ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ തോതിൽ ബഹളം വെക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ അങ്ങനെയല്ല. അദ്ദേഹം വളരെ പതിഞ്ഞ താളത്തിൽ പ്രവർത്തിക്കുകയും ഒരു ക്ലിനിക്കൽ സംഘാണ് അദ്ദേഹം. അപ്പോൾ ഏത് പണി എവിടെ എടുക്കണം ആ പണി മാത്രമേ അദ്ദേഹം ഇടൂ. അതിന് പുറത്തേക്കുള്ള ഒച്ചപ്പാടൊന്നുമില്ല. അദ്ദേഹം ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് പിണറായി വിജയനെ കൈകൂപ്പും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൈകൂപ്പും, പുഷ്പങ്ങൾ സമ്മാനിക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അത്രമേൽ വളരെ പ്ലസൻ്റായിട്ട് ഇടപെടുകയും സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എടുക്കേണ്ട പണി എവിടെ എടുക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. നോക്കൂ, പി പ്രസാദ് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഞങ്ങൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു, രാജ്ഭവനിൽ സംഘടിപ്പിക്കാൻ, മന്ത്രിമാർക്ക് വരും. അപ്പോൾ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ തലേദിവസം വന്നിട്ടുള്ള ഈ കുറിപ്പിനകത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഭാരതാംബ എന്ന പേരിലുള്ള ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ആ പെയിൻറ്റിങ്ങിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. ഭാരതാംബ എന്ന പേരുള്ള ഈ കയ്യിൽ കാവിക്കൊടി ഭഗവദ്ധ്വജമേന്തിയ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ മാപ്പൊന്നുമല്ല, വലിയതോ മാപ്പ്, ശ്രീലങ്കയ്ക്ക് അതിനകത്തുണ്ട്. ആ മാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രൂപം വരച്ചിരിക്കുകയാണ്. അത് ഭാരതാംബ ആണെന്നാണ് RSSകാർ പറയുന്നത്. അപ്പോൾ അതിൽ പുഷ്പാർച്ചന നടത്തുക, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ നടത്തിക്കുക, സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായ ആൾ വന്നിട്ട് അതിൽ പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോഗ്രാഫും പുറത്തു വരിക, അതായിരുന്നു ഇന്നത്തെ RSSൻ്റെ ലക്ഷ്യം. RSS സ്വപ്നം കണ്ട ഒരു ദിനമായിരുന്നു. അത് വേണ്ട എന്ന് CPIയുടെ മന്ത്രി തീരുമാനിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി തന്നെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന് പറയുന്നു. ഗവർണർ അവിടെ വന്നാൽ ഇങ്ങനെ നടത്താൻ പറ്റുള്ളൂ, രാജ്ഭവനിലെ പരിപാടി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ് എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, അതിന് പി പ്രസാദ് ഒരു മറുപടി പറയുന്നുണ്ട്. അതായത് RSSകാരുടെ ഭാരതാംബ ഇന്ത്യയുടെ ഭാരതാംബയല്ല.